മരങ്ങളും കാടും നിറഞ്ഞ ഒരു ജൈവ ആവാസ വ്യവസ്ഥ പോലെയാണ് തലശ്ശേരിയിലെ TB കോംപ്ലക്സ്. അതുമാത്രമല്ല, ഏത് നിമിഷവും അത് തകർന്നു വീഴാനാവുന്ന ഒരു അവസ്ഥയിലുമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗം. ഇവിടെ ഒരു സൈഡ് നേരത്തെ തന്നെ ഇടിഞ്ഞു വീണതാണ്. അതായത് അതിന്റെ ഇടിഞ്ഞു വീണ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. കല്ലൊക്കെ തന്നെ താഴേക്ക് വന്ന് പതിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാറിന്റെ മുകളിലൊക്കെ കല്ല് വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, മരങ്ങളും ചെടികളും ഒക്കെ തന്നെ നിറഞ്ഞൊരു അവസ്ഥയിലാണ്. അപ്പോൾ അത്രയും ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ ജലസേചന വകുപ്പിന്റെ അടക്കം ഓഫീസുകളുണ്ട്. അപ്പോൾ വളരെ ഭീതിയോടുകൂടിയാണ് ഇതിനുള്ളിൽ ആളുകൾ ജീവൻ പണയം വെച്ചാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ ചില കോൺക്രീറ്റ് പാളികൾ ഇളകി തൂങ്ങി കിടക്കുന്നത് കാണാം. അത് ഏത് നിമിഷവും അത് താഴേക്ക് വന്ന് വീഴാം. താഴേക്ക് വന്ന് വീണാൽ ഒരാളുടെ ദേഹത്താണ് വന്ന് വീഴുന്നതെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ വാഹനങ്ങളൊന്നും അധികം ആളുകൾ പാർക്ക് ചെയ്യാറില്ല. കാരണം വാഹനത്തിന് മുകളിലൊക്കെ വന്ന് വീഴും. ചെടികളൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ് മുകളിലേക്ക്. ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ എപ്പോൾ നടക്കുമെന്നറിയില്ല. ഏതായാലും മഴ പെയ്യുമ്പോൾ ഈ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ട്. ഇതാണ് TB കോംപ്ലക്സിന്റെ ഒരു അവസ്ഥ. കഴിഞ്ഞ ഒരു മഴ കഴിഞ്ഞ അവിടെ തന്നെ ഇടിഞ്ഞു വീണിട്ട് അത് ഒരു 2 വീലറിന്റെ മുകളിൽ വീണു. പിന്നെ ഈ മുകളിൽ വീണ് നിൽക്കുന്ന സാധനമൊക്കെ ചിലപ്പോൾ അടന്നു വീഴാറുണ്ട് ഇടക്ക്. നമ്മൾ നേരത്തെ കണ്ടത് കെട്ടിടത്തിന്റെ പുറത്തെ കാഴ്ചകളാണെങ്കിൽ ഉള്ളിലെ അവസ്ഥ കൂടി നമുക്ക് കാണാം. ഇറിഗേഷൻ തലശ്ശേരി സബ് ഡിവിഷൻ ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വിണ്ട് കയറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ വിണ്ട് എപ്പോൾ വീണമെങ്കിലും ജീവനക്കാരുടെ ഈ ഓഫീസിനുള്ളിലുള്ള ജീവനക്കാരുടെ തലയിൽ വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. മാത്രമല്ല, വയറിംഗ് ഒക്കെ തന്നെ ഈ വെള്ളം വീണ് അത് ഷോർട്ടാവുന്ന അവസ്ഥയിൽ അതിന്റെ കണക്ഷൻ പോലും അവിടുന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. മാത്രമല്ല, ഈ ഭിത്തിയുടെ ഒരു വശം പിന്നെ വിണ്ട് കീറിയിട്ടുമുണ്ട്. അപ്പോൾ ഏതും അവസ്ഥയിലും ഇത് ജീവനക്കാരുടെ ദേഹത്ത് വീണ് പരിക്ക് പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ വളരെ ആശങ്കാജനകമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം സീലിങ്ങിൽ അടർന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. സെക്ഷൻ ഓഫീസിലും പിന്നെ സബ് ഡിവിഷനിലും എല്ലാം അങ്ങനെയുണ്ട്. ഭാഗ്യത്തിന് എല്ലാ എംപ്ലോയീസും രക്ഷപ്പെട്ടു പോയതാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ പേടിയാണ്. മഴക്കാലമായ പേടി തന്നെയാണ്. കാരണം ആ ഭാഗത്ത് ഒരു ചുമര് ഫുൾ നനഞ്ഞിട്ടാണ് ഉള്ളത്. സബ് കളക്ടറെല്ലാം വന്ന് പരിശോധിച്ച് പോയതാ. എന്നിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ കത്താക്കിയിട്ടുണ്ട്. കത്ത് കൊടുത്തവരെന്തോ 8 ലക്ഷം റുപ്യ മാറ്റം വരവ് നീക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടൊന്നും എന്തായാലും ഒന്നും ആവൂല. നഗരസഭ പറയുന്നത് അറ്റകുറ്റപ്പണിക്കായി ടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ടെൻഡർ ആരും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ജീവനക്കാർ ജീവൻ പോലും പണയം വെച്ച് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. തലശ്ശേരിയിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.